ഒരിക്കലൊരു യൂത്തിൻ്റെ പ്രോഗ്രാമിനിടയിൽ യുവജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, വിശ്വാസമുള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് എന്ത് നന്മയാണുള്ളത്, എന്ത് നേട്ടമാണുള്ളത്? ഒരു പെൺകുട്ടി ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്, എൻ്റെ ക്ലാസ്സിലെ വിശ്വാസം ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. പരീക്ഷയ്ക്ക് അവർ ചിലർ തോക്കുമ്പോൾ ഉടനെ പറയുന്നത് മരിച്ചാൽ മതി എന്നാണ്. അവർക്കൊരു ഹോപ്പില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. എന്നാൽ പരീക്ഷയ്ക്ക് തോക്കുമ്പോഴും ജീവിതത്തിൽ പല പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും വീണ്ടും അതിനപ്പുറം കാണാനും മുന്നോട്ട് പോകാനുള്ള ധൈര്യം, ഒരു ഹോപ്പ് ദൈവം തരുന്നത് പോലെ തോന്നാറുണ്ട്. ഉയർപ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഹോപ്പ്. സാരമില്ല, പോട്ടെ, കാത്തിരിക്കുക, എല്ലാം ശരിയാവും എന്നൊക്കെ പറയാനുള്ള ധൈര്യം നമുക്ക് തന്നത് ആരാണ്? ഈശോയുടെ ഉയർപ്പാണ്. ഈശോയുടെ ഉയർപ്പ് തിരുനാളിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. എല്ലാം ശരിയാവും, കാത്തിരിക്കുക, സാരമില്ല, പോട്ടെ എന്നൊക്കെ പറയുന്നു. കാരണം ഈശോ സഹിച്ച, മരിച്ച ഒരു ജീവിതമായിരുന്നില്ല. സഹനത്തെയും മരണത്തെയും അതിജീവിച്ച, കുറേയും കൂടിയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത ഒരു ജീവിതം കൂടിയായിരുന്നു ഈശോയുടേത്. അതിനാൽ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രത്യാശ കൊണ്ടുവരാൻ ഈസ്റ്ററിന് സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രത്യാശ കടന്നു വരട്ടെ. തിരകൾ ഉയരാത്ത കടലില്ല, ഉലയാത്ത തോണിയില്ല. പ്രത്യാശ എന്ന് പറയുന്നത് തിരകൾ ഉയരാത്ത കടലല്ല, ഉലയാത്ത തോണിയല്ല. ഈ തോണിയിൽ കർത്താവ് ഉണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. കർത്താവിൻ്റെ കയ്യിൽ ഈ തോണി മാത്രമല്ല, ഈ കടൽ പോലും ഉണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. നിരാശ, തിരകൾ ഉയരുമ്പോൾ, തോണി ഉലയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടമല്ല, എൻ്റെ തോണിയിൽ കർത്താവ് ഉണ്ടെന്ന് കാണാൻ പറ്റാത്തതാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രത്യാശ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഉയർപ്പ് തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കേണ്ടതാണ് ഉയർപ്പ്. ജീവിച്ചിരിക്കുമ്പോൾ ഉയർക്കാത്തവർ മരണത്തിന് ശേഷം ഉയർക്കുമെന്ന് സംശയമുണ്ട്. വെള്ളത്തിന് മീതെ നടന്നു വരാനായിട്ട് പത്രോസിനെ ഈശോ വിളിക്കുമ്പോൾ പതിവായിട്ട് എല്ലാവരും മുങ്ങിപ്പോകുന്ന ഇടമാണ് സാധാരണ ജലത്തിൻ്റെ മീതെ നടക്കുമ്പോൾ. പതിവായി നമ്മൾ മുങ്ങിപ്പോകുന്ന, താണു പോകുന്ന പലയിടങ്ങൾക്കും മീതെ അതിജീവിച്ച് കരകയറാൻ ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട്. ഉയർപ്പ് തിരുനാളിൽ പലതിൻ്റെയും മീതെ, പലതിനെയും തോൽപ്പിച്ചും അതിജീവിച്ചും മുന്നേറണം. ഇന്ന് നമ്മളെ പിടികൂടുന്ന ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, വീണുപോകുന്ന ഒരുപാട് പ്രലോഭനങ്ങളുടെ മീതെ നടക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. വിശുദ്ധ വാരത്തിനൊടുവിലാണ് ഉയർപ്പ്. വിശുദ്ധമായതിൻ്റെ ഒക്കെ അവസാനം ഉയർപ്പ് പോലെ മഹത്വമുള്ളതായിരിക്കും. ഉയർപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രത്യാശയാണത്. വിശുദ്ധമായത്, സത്യമുള്ളത്, നന്മയുള്ളതൊന്നും മൂടിവെക്കാൻ പറ്റില്ല. സത്യത്തെയും നന്മയെയും പ്രാർത്ഥനകളെയും ഒക്കെ മറച്ചു പിടിക്കുന്നവരും കുഴിച്ചിടുന്നവരും ഓർക്കേണ്ടത് അവർ വിത്തുകളെയാണ് കുഴിച്ചിടുന്നത് എന്നുള്ളതാണ്. അത് മുളയ്ക്കാതിരിക്കില്ല. ഒരുപക്ഷെ ദൈവീക കാര്യങ്ങളും നന്മയുള്ള കാര്യങ്ങളും തുടക്കം അങ്ങനെയാണ്, അത്ര മഹിമയില്ലാത്തയാണ്. ഈശോയുടെ ജീവിതം പോലും അങ്ങനെയാണ്. തുടക്കം ഒട്ടും ഗ്ലോറിയസ് ആയിരുന്നില്ല. എന്നാൽ ഒടുവിൽ അത് അവസാനിക്കാത്ത ഒരു ഗ്ലോറിയായി മാറുന്നുണ്ട്. വെള്ളം വീഞ്ഞാകുന്നത് പോലെയാണ് ആത്മീയ കാര്യങ്ങളും നന്മയുടെ കാര്യങ്ങളും. തുടക്കം പച്ചവെള്ളം പോലെയാണ്. പതുക്കെ 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 അതിന് ലഹരി പിടിക്കും. അവസാനിക്കാത്ത മേൽത്തലും ലഹരിയായിട്ട് നിൽക്കും. എന്നാൽ തിന്മയുടെ കാര്യങ്ങൾ, ഒരുപക്ഷെ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തുടക്കം ലഹരി പോലെയാണ്, വീഞ്ഞു പോലെയാണ് തുടങ്ങുന്നത്. പക്ഷെ പതുക്കെ പതുക്കെ ഈ ലഹരി കുറഞ്ഞു കുറഞ്ഞ് വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയായി മാറും. അതുകൊണ്ട് ഉടനെ വിജയിച്ചില്ലേലും, ഉടനെ ഉത്തരം കിട്ടിയില്ലേലും, ഉടനെ സമ്മാനം കിട്ടിയില്ലെങ്കിലും, ഉടനെ അർഹത കിട്ടിയില്ലേലും തളരരുതെന്നാണ് ഉയർപ്പ് പറയുന്നത്. തുടക്കം വെള്ളം പോലെ തുടങ്ങി ഒടുവിൽ അതിന് ലഹരി പിടിക്കും. മേൽത്തരം വീഞ്ഞു പോലെ നമ്മുടെ ജീവിതത്തെ അത് അനുഗ്രഹിക്കും. ക്രിസ്തു ഉയർപ്പിലൂടെ നമ്മളോട് പറയുന്നത് അതാണ്. വിശുദ്ധമായതും സത്യമായതും മുറുകെ പിടിക്കുക, അതിന്
അവസാനമില്ല. അത് അവസരമാണ്, അനുഗ്രഹമുള്ള ഒരു അവസരം. ദുഃഖശനിയിൽ വിശ്വാസം കാത്തത് പരിശുദ്ധ മറിയ മാത്രമാണെന്ന് പറയുന്നത്. ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനും ഇടയിലുള്ളൊരു സമയമുണ്ട്. കല്ലറ സീല് ചെയ്യപ്പെട്ട സമയം. ചെങ്കടൽ കടക്കുന്നതിന് മുമ്പും ചെങ്കടൽ കടന്നതിന് ശേഷവും ഹല്ലേലൂയ പറയാൻ എളുപ്പമാണ്. ദുഃഖവെള്ളിക്ക് മുന്നും ഈസ്റ്ററിന് ശേഷവും ഹല്ലേലൂയ പറയാൻ എളുപ്പമാണ്. ഇതിനിടയിൽ ഒരു സമയമുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദുഃഖശനി പോലെ ഒന്നും അറിയാൻ പാടില്ലാത്ത, എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സമയമുണ്ട്. ഒരുപക്ഷെ ഉയർപ്പ് തിരുനാളിന് ശേഷം ജീവിക്കുന്ന നമ്മൾ ഇതോർക്കണം. അമ്മയെപ്പോലെ ദുഃഖവെള്ളിക്കും ഈസ്റ്ററിനും ഇടയിൽ വിശ്വാസം സൂക്ഷിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അവിടുന്ന് അത്താഴം ഒരുക്കിയത് പകലിൻ്റെ മുഴുവൻ ചൂടും ക്ഷീണവും അകറ്റാനാണ്. അന്ത്യത്താഴം ഒടുവിൽ അവസാനമില്ലാത്തൊരു അത്താഴമായി. എന്തിനാണ്? അത് അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഊർജമാണ്. അവിടുന്ന് ദിവ്യകാരുണ്യമായതും അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഈ ഉയിർപ്പ് തിരുനാൾ ദിനം ഈ വലിയൊരു പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധമായതും സത്യമുള്ളതിനും പരാജയമില്ലെന്നും അനുഗ്രഹത്തിൻ്റെ അവസരമായി അത് മാറുമെന്നും നമുക്ക് വിശ്വസിക്കാം. അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള അത്താഴം അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ കുർബാനയിലൂടെ. സാരമില്ല, പോട്ടെ, എല്ലാം ശരിയാകുമെന്ന വൊക്കാബുലറി ലോകത്തിന് നൽകിയ തിരുനാൾ ദിനം ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രത്യാശയും സ്നേഹവും സന്തോഷവും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.